ഹലോ, ഗുഡ് മോർണിംഗ്. മനുഷ്യരായാലും മൃഗങ്ങളായാലും എല്ലാവരും അവരുടെ യാത്രാക്കുറിപ്പുകൾ യൂട്യൂബിലിടുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പ്രചോദനമായിട്ടാണ് ഞാനും എൻ്റെ ഈ ഒരു യാത്ര, അതും ഒരു ക്രിസ്മസ് യാത്ര, യൂട്യൂബിലിടാമെന്ന് കരുതിയത്. നിങ്ങളും അറിയണ്ടേ ഈ യാത്രയുടെ എൻജോയ്മെൻറ്റും സ്പെഷ്യാലിറ്റിയുമെല്ലാം. നിങ്ങളൊക്കെ ക്രിസ്മസ് കരോളായി ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ ആഘോഷം എങ്ങനെയാണെന്ന്. ഒരുപാട് യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു യാത്ര ഞങ്ങൾക്ക് എന്നും സ്പെഷ്യലായിരിക്കും. മഞ്ഞിൻ്റെ താഴ്വരയിലൂടെ നക്ഷത്ര കൂട്ടുകാർക്കൊപ്പം അവർ കാണിച്ചു തരുന്ന വഴിയിലൂടെ അപ്പൂപ്പൻ്റെ കൂടെയുള്ള ഈ യാത്ര എപ്പോഴും രസകരമാണ്. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ അവരറിയാതെ അവർക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും ഞങ്ങളുടെ ഈ അപ്പൂപ്പൻ. മിഴികൾ തുറക്കുമ്പോൾ അവർ ഞങ്ങളെ കാണുമ്പോൾ ആനന്ദിക്കുന്നതും വാരിപ്പുണരുന്നതും ഒരു സ്പെഷ്യൽ ഫീലാണ്. ആദ്യമൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, എന്തിനാ ഇങ്ങനെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. ആ സന്തോഷം കണ്ടിട്ട് അപ്പൂപ്പൻ എന്ത് കിട്ടാനാ? അയ്യോ, ആ സന്തോഷം പോലും കാണുന്നില്ല, പിന്നെ അപ്പൂപ്പൻ എന്ത് കിട്ടാനാ? രാത്രി ആരും അറിയാതെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണേ? പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതൊരു പ്രത്യേക ഫീലാണെന്ന്, ഒരു പ്രത്യേക സന്തോഷമായിരിക്കുമെന്ന്. അല്ല, അതൊക്കെ പോട്ടെ, ഞങ്ങളുടെ ഈ അപ്പൂപ്പൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ അപ്പൂപ്പൻ്റെ പേരാണ് സെന്റ് നിക്കോളാസ്. ഈ അപ്പൂപ്പന് അച്ഛനും അമ്മയും എല്ലാം ചെറുപ്പത്തിൽ തന്നെ നഷ്ടമായി. പാവം അപ്പൂപ്പൻ. പക്ഷേ ഈ അപ്പൂപ്പനെ കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു. പിന്നെയുണ്ടല്ലോ, ഈ അപ്പൂപ്പൻ 19-ാം വയസ്സിൽ തന്നെ പുരോഹിതനായി. പിന്നെ കുട്ടികൾക്ക് വേണ്ടി പല രീതിയിലുള്ള പല തരത്തിലുള്ള പാവക്കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. എന്നിട്ടുണ്ടല്ലോ, ഈ പാവക്കുട്ടികളെല്ലാം അവരറിയാതെ എല്ലാ ക്രിസ്മസ് രാത്രികളിലും അവർക്ക് നൽകുമായിരുന്നു ഒരു സമ്മാനമായിട്ട്. എന്തിനാ ഇങ്ങനെ ചെയ്യണേന്നറിയോ? നമ്മുടെ ഉണ്ണിയേശു ജനിച്ചതിൻ്റെ സന്തോഷം അപ്പൂപ്പൻ പങ്കിടുന്നതും ആഘോഷിക്കുന്നതും എല്ലാം ഇങ്ങനെയാ. അന്ന് തുടങ്ങിയതാ ഞങ്ങളുടെ ഈ കൂട്ട്. ഇന്നും ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല. അപ്പൂപ്പൻ ഇതൊക്കെ ചെയ്യുന്നതും അവരുടെ സന്തോഷവും എല്ലാം നിങ്ങൾക്ക് കാണണോ? എങ്കിൽ കൂടെ വരൂ. കണ്ടോ, എൻ്റെ കൂട്ടുകാരെല്ലാം പോയി. എനിക്കും പോവാൻ സമയമായി. എൻ്റെ ഉള്ളിലുള്ള ഈ ക്രിസ്മസ് സമ്മാനവും കൊടുക്കണ്ടേ നമുക്ക്? അല്ല കൂട്ടുകാരെ, ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്കിപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ക്രിസ്മസ് ഫ്രണ്ടും ക്രിസ്മസ് ഗിഫ്റ്റും ഒന്നുമില്ലല്ലോ? ഓൺലൈനായപ്പോൾ എല്ലാവരും ഒന്ന് പരസ്പരം പുഞ്ചിരിക്കാൻ പോലും മറന്നുവോ? എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ? നിങ്ങളുടെ കുറച്ച് വാക്കുകൾ ഒരു കടലാസ് കഷ്ണത്തിൽ ക്രിസ്മസ് ആശംസകളാക്കിയാലോ? അത് പോസ്റ്റ് ബോക്സിൽ കൊണ്ടിട്ട് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാൾക്ക് അയച്ചാലോ? അവർക്ക് കിട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷം ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. എന്ത് രസമാണല്ലേ? അങ്ങനെ ഒരെണ്ണം നിങ്ങൾക്ക് കിട്ടിയാലോ? അപ്പോൾ പറഞ്ഞത് മറക്കണ്ട. ഞാനപ്പോൾ പോവാണേ. ബൈ, സീ യു.